നമസ്കാരം. ഇന്ന് നമ്മൾ വിശുദ്ധ വിറ്റാലീസ് ചെയ്ത ഒരു കാര്യമാണ് നമ്മൾ പറയണത്. അപ്പോൾ ഒരു പുണ്യാളൻ ചെയ്യുന്ന ഒരു കാര്യം, വേശ്യകളെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കിട്ടുന്ന കാശ് രാത്രിയിൽ വേശ്യകളെ റൂമിൽ കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കുക. ഇതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. അദ്ദേഹം പാലിസ്തീനിലെ വിശുദ്ധനായുള്ള വിറ്റാലീസാണ്. അദ്ദേഹത്തിന് 60 വയസ്സ് പ്രായമുണ്ട്. ഈ 60 വയസ്സ് പ്രായത്തിൽ അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ അലസാൻഡ്രയിൽ പോയിട്ട് ആ നഗരത്തിലുള്ള എല്ലാ വേശ്യകളുടെയും പേരുകളാണ് അദ്ദേഹം ആദ്യം ശേഖരിച്ചത്. ആ പേരുകൾ ശേഖരിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ജോലിക്ക് പോയി. കഠിനമായ ജോലികൾ, പാറ പൊട്ടിക്കൽ, സിമൻറ്റ് പണി, അങ്ങനെയുള്ള കഠിനമായ ജോലികൾ ചെയ്ത് ആ കിട്ടുന്ന പൈസ കൊണ്ട് ഓരോ ദിവസം ഓരോ വേശ്യകളെ, ആ നഗരത്തിലെ എല്ലാ വേശ്യകളുടെയും പേരും ഇദ്ദേഹം ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസം ഓരോ വേശ്യകളെ ഈ ഇദ്ദേഹത്തിൻ്റെ മുറിയിൽ വരുത്തും. ആ മുറിയിൽ വരുത്തിയിട്ട് ഇദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ അവർക്ക് കൊടുക്കും. എന്നിട്ട് അവരോട് എന്ത് പറയും? അവരോട് അവരുടെ ശരീരത്തിൻ്റെ മാന്യതയെക്കുറിച്ച്, സമൂഹത്തിൽ ജീവിക്കുന്ന മാന്യതയെക്കുറിച്ച്, യേശുവിൻ്റെ വചനങ്ങൾ, അതാണ് അദ്ദേഹം നേരം വെളുക്കുന്നവരെ ഇവരെ ഉപദേശിക്കുന്നത്. അവർ യേശുവിൻ്റെയിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് നല്ല പ്രവർത്തികൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് വേറൊന്നിനല്ല അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം അങ്ങനെ ഒരുപാട് വേശ്യകളെ റൂമിൽ കൊണ്ടുവന്ന് അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുത്തുകൊണ്ട് യേശുവിലേക്ക് അടുപ്പിക്കുന്നു, അവരെ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പല ആൾക്കാരും അതിൽ നിന്ന് പിന്തിരിച്ച് യേശുവിൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് തിരുത്തി കാണിക്കാനും നമ്മളെ നല്ല വഴിക്ക് നയിക്കാനും ഒരാളുണ്ടെങ്കിൽ അത് നമ്മൾ ചിലപ്പോൾ ആ തെറ്റിലേക്ക് വഴുതി പോവില്ല. ഇത്രയും സ്ത്രീകൾ വേശ്യാവൃത്തി ചെയ്യുമ്പോൾ അവരുടെ ആ ശരീരത്തിനെക്കുറിച്ച്, അവരുടെ മാന്യതയെക്കുറിച്ച്, അവരുടെ സമൂഹത്തിലുള്ള വിലയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും യേശുവിൻ്റെ വചനങ്ങൾ ചെല്ലുമ്പോൾ ആ സ്ത്രീകൾക്ക് മാനസാന്തരം വരണം. അവർ ആ തൊഴിൽ നിന്ന് പിന്മാറി അധ്വാനിച്ച് ജീവിക്കാൻ പഠിക്കണം. അപ്പോൾ അത് ഈ പുണ്യാളൻ ചെയ്ത എത്ര വലിയ പ്രവൃത്തിയാണെന്ന് നോക്കി. ഇവരൊക്കെ നമ്മൾ പുണ്യാളനാക്കണതും ഇവരെ പ്രവൃത്തിയിലാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ ആരും അത് ചെയ്യില്ല എന്ന് മാത്രം. അപ്പോൾ യേശുവിന് വേണ്ടി ജനിച്ച് യേശുവിന് വേണ്ടി മരിച്ച വ്യക്തിയാണ് നമ്മുടെ വിശുദ്ധ വിറ്റാലീസ്. അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ നമ്മൾ എന്നും ഓർക്കണം. ഒരു ദൈവത്തെ പോലെയാണ് അവിടെ പാലസ്തീനിൽ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം എന്ത് വലിയ 60-ാം വയസ്സിൽ കഠിനമായ ജോലി ചെയ്യാനും ആ പൈസ കൊണ്ട് ഓരോ വേശ്യകളുടെ മനസ്സ് മാറ്റിക്കാനും യേശുവിൻ്റെ വഴി കൂടെ നടത്താനും അവരുടെ മാന്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ആ യേശുവിൻ്റെ വചനങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതൊരു മഹത്വ പ്രവൃത്തിയാണെന്ന് ഞാൻ പറയും. അപ്പോൾ അങ്ങനെ ആയിരിക്കണം നമ്മളെല്ലാവരും. ഓരോരുത്തർക്കും ഓരോ ജീവിത ലക്ഷ്യങ്ങളുണ്ടായിരിക്കണം. ആ ജീവിത ലക്ഷ്യം എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം, അത് അറിയണം, അതിലേക്ക് വേണ്ടി നമ്മൾ ഇറങ്ങണം. അതാണ് നമ്മുടെ വിശുദ്ധ വിറ്റാലീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.